ചേട്ടൻ പകരം 10 ടീഷർട്ട് വെച്ചു. ആ വേദനയിൽ ഞാൻ ടീഷർട്ട് എടുത്തിട്ടു. നാളെ ഞാൻ ചേട്ടൻ ടീഷർട്ട് ചേട്ടൻ എനിക്കൊന്നും ചാലഞ്ചാണ്. എന്നാലും ഞാൻ ചേട്ടൻ്റെ ടീഷർട്ട് എടുത്തില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ഇത് അമ്മേനെ വിളിച്ച് പല വട്ടമായി പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അജീനെ പറ്റി എന്ന് പറഞ്ഞാൽ സേട്ടുവിനെയാണ്, എൻ്റെ ഹസ്ബൻഡിനെയാണ് പറയുന്നത്. അജീനെ പറ്റി 10 നല്ല കാര്യങ്ങൾ അമ്മേനെ വിളിച്ച് പറയണം. 10 നല്ല വ്യത്യസ്തമായ നല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയണം. അപ്പം ഇതൊക്കെയാണ് ചാലഞ്ച്. അപ്പോൾ ലെറ്റ്സ് ഗോ. ചേട്ടൻ്റെ ടീഷർട്ട് എടുത്തപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാലും ഞാൻ ചേട്ടൻ്റെ ടീഷർട്ട് എടുത്തില്ലായിരുന്നു. ചേട്ടൻ്റെ ടീഷർട്ട് എടുത്തില്ലെന്ന് ആലോചിക്കുമ്പോൾ വീട്ടിട്ടു. എന്നാലും ടീഷർട്ട് എടുത്തില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് ചേട്ടൻ പകരം 10 ടീഷർട്ട് വെച്ചു. അതും ബ്ലാക്ക്. അത് വെച്ചെന്നെ തന്നെ. യെസ്, ഓൺലി ബ്ലാക്ക്. തെക്കോട്ട് നോക്കിയിരുന്നോ? അത് രസമായി കേട്ടാ. അപ്പൊ ഞാൻ ഇടയിലായിരിക്കും, എന്നാലും ഞാൻ ചേച്ചിയുടെ ചേട്ടൻ ടീഷർട്ട് എടുത്തല്ലോ. ഇത് തീർന്നില്ലേ? നിർത്തി. ഒരു കുത്തലായിരിക്കും. അപ്പൊ ഞാൻ ആലോചിക്കണം, എന്നാലും ഞാൻ ചേട്ടൻ ടീഷർട്ട് എടുത്തിട്ട് എന്താ വിഷമ. ഞാൻ ഉപയോഗിച്ചു, അതെ പേര് കേട്ടു. ഇനിയിപ്പൊ എന്ത് ഞാൻ മേടിച്ചെടുത്താലും ആ പേര് വന്നു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ടീഷർട്ട് എടുക്കണം. ആ വേദനയിൽ ഞാൻ ടീഷർട്ട് എടുത്തിട്ടു. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. നാളെ ഞാൻ ചേട്ടൻ്റെ ടീഷർട്ട് എടുത്തില്ല. നാളെ ഞാൻ ചേട്ടൻ്റെ ടീഷർട്ട് എടുത്തില്ല. അല്ല, സേട്ടു ഇപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിട്ടാ. നല്ല കുട്ടിയായി, നല്ലതായി. ഇപ്പൊ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല പ്രോപ്പർ ആയിട്ട് ഇരുന്ന് അങ്ങനെയൊക്കെ പോയി പണിയെടുക്കൂട്ടാ. ഇപ്പൊ ഫുൾ ടൈം പണിയാ, പാവം തോന്നും. നല്ല കുട്ടിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇല്ല, ആദ്യം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. നീ ഒന്നും പണയണ്ട. പണി എടുക്കണ്ട്. മറ്റേത് ഞാൻ പറയാറില്ലേ, പണി എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കാറില്ല അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയൊന്നുമില്ല, അപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകും. അല്ല, നീ കുത്തുവാൻ അടുപ്പിക്കരുത്. നല്ലതൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു. ഞാനിങ്ങനെ എനിക്കിപ്പോ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഫുൾ പോസിറ്റീവ്. സേട്ട് കൊണ്ട് പറഞ്ഞിട്ട് പോസിറ്റീവ് ആണ്. അപ്പൊ ഞാനെല്ലാം പോസിറ്റീവ് പറഞ്ഞു. സേട്ട് നല്ല പോസിറ്റീവായിട്ട് എന്നോട് എല്ലാം പറയാം. ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ പോസിറ്റീവാണ്. അപ്പൊ ഞാൻ അങ്ങനെ അത് സേട്ടിനെ പോലെ ആ ഒരു പോസിറ്റിവിറ്റി എനിക്കും കിട്ടിയായിരുന്നു. അങ്ങനെ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എന്ത് ചിരിക്കുന്നത്? അമ്മക്ക് കുത്തറ പോലെ ഈ ഓംലെറ്റും അങ്ങനെയൊക്കെ രാവിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ല, പോസിറ്റീവ് ഫീലായി. ഈ എന്താ ഇത് ഹെൽപ്പ് ചെയ്ത് അല്ല അങ്ങനെയൊക്കെ വഴിയില്ല. അതല്ല, ഇതുകൂടി ഉണ്ട്. ഇല്ല, പിന്നെ ഒരെണ്ണം വെച്ചാൽ ഇതും കൂടി പറയാണ്ട്. ഇത് പറയുമ്പോഴേക്കും ബ്രേക്ക് ചെയ്തു. അതാണ് സമാധാനം ഉണ്ടാവില്ല. ഇല്ല, പിന്നെ ഭ്രാന്തൊക്കെ വീട് പിടിച്ചിട്ട് പറയാനായിട്ട്. എന്റെ കമ്പ്യൂട്ടർ നാശമായിട്ട് അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് കമ്പ്യൂട്ടർ നന്നാക്കാനും ഒക്കെ സഹായിച്ചു. അപ്പൊ ഇത് ഫുള്ള്
തന്നൊരു ടാസ്ക്കാണ് ഈറ്റ് മട്ടൻ എന്ന് പറഞ്ഞത്. ഞാൻ മട്ടൻ കഴിക്കാറില്ല, ചെറുപ്പം മുതലേ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്ര അറിയില്ല. ഇതാണ് ബിരിയാണി. ചേച്ചി മട്ടൻ കഴിച്ചു. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഡെഡിക്കേറ്റഡ് ടു ചേച്ചി. അപ്പം ഞങ്ങളിത് ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ചാലഞ്ച് കംപ്ലീറ്റ്. അടുത്ത ചാലഞ്ച്, അതും ചേച്ചി തന്നൊരു ചാലഞ്ചാണ്. സിങ് എവറിത്തിങ് യു സേ. അതാണ് ചാലഞ്ചിന്റെ പേര്. ചേച്ചീനെ തന്നെ വിളിച്ചിട്ട് പാട്ട് പാടിക്കൊണ്ട് വർത്താനം പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ചേച്ചി ഇത്ര നേരം വിളിക്കാത്തത്? പറയൂ. അതാരാ അങ്ങനെ ഒരു കൊയ് വിട്ടത്? ഉണ്ണിക്കുട്ടൻ ഉണ്ണിമോള് വീട്ടിൽ എത്തിയില്ലേ? ഉണ്ണിക്കുട്ടൻ ഭക്ഷണം കഴിച്ചോ? ഉണ്ണിമോള് ഭക്ഷണം കഴിച്ചോ? രണ്ടുപേരും കിടന്നുറങ്ങിയോ? മട്ടനിൽ കുറച്ച് ബിരിയാണി എടുത്ത് മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. ടേസ്റ്റ് ഒരു ചിക്കൻ ടേസ്റ്റ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല. എന്തൊരു സംഗീതാത്മകം. ചിക്കൻ കറിയും ടേസ്റ്റാ. എന്നാ കുക്കറിലിട്ട് ഒന്ന് തിളപ്പിക്ക, സവാള എടുത്ത് പരത്ത, അതില് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ചക 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 എന്നിട്ട് അടച്ച് ചിക്കട്ടില്ല. സന്തോഷമായി. എന്നോട് പറയാ ചിക്കനേക്കാൾ ഹെൽത്തി മട്ടൻ ആണല്ലോ. മട്ടൻ കഴിച്ചാൽ സുന്ദരിയാവും, മട്ടൻ കഴിച്ചാൽ ഹെൽത്തി ആവും. അടുത്ത ചാലഞ്ച് എന്നുള്ളത് യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ്. ചേച്ചിയും അമ്മയെന്നൊക്കെ മാറിയിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ബൈ എനിത്തിങ് ഇൻ 30 minutes and also you have to buy things for 1000 rupees. 1000 രൂപയ്ക്ക് 30 മിനിറ്റിനുള്ളിൽ സാധനം കഴിക്കണം. അതാണ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചാലഞ്ച് ചെയ്യാം. Come on. അപ്പം എൻ്റെ ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി 11 മിനിറ്റ് കൂടിയും ബാക്കിയുള്ളൂ. ഞാനിത് ഇത് ചെക്കൗട്ട് ചെയ്ത് പ്രൈസ് അടിച്ച് ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചാലഞ്ച് കംപ്ലീറ്റ്. അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു 500 വ്യൂസ് എങ്കിലും വരാണെങ്കിൽ ഞാനിതിൻ്റെ പാർട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണം കൂടി ഞെക്കിക്കോ. അപ്പോൾ ബൈ. ഇതൊക്കെ ഞാൻ വീഡിയോയിലിടും, നോക്കിക്കോ. എല്ലാ വീഡിയോ ഞാൻ എടുക്കപ്പെട്ടല്ലോ. ഞാൻ പറയാണ്, ഇതാണ് എന്റെ ചേച്ചി തന്ന ചേച്ചി തന്ന ടാസ്ക്കാണ്, എല്ലാവർക്കും എല്ലാ വീഡിയോയിലും ഇതാണ് ചേച്ചി, ഇതല്ല ചേച്ചി, ഇതായ